പ്രിയ കൂട്ടുകാരെ, ഇത് എൻ്റെ ബൈക്കാണ്. ഇരിക്കുന്നത് 2 ബൈക്ക് എൻ്റെതാണ്. ഈ പൾസർ 0 കൊണ്ടാണ്. അപ്പോൾ ഈ പൾസറിൻ്റെ ബ്രേക്കിന് എന്തോ ഒരു ചെറിയ തകരാറ്. ഇറക്കം ഇറങ്ങുമ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് ഇങ്ങനെ കടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ഷൂ ഒന്ന് മാറ്റിക്കളയാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, എനിക്ക് അധികം സ്പാനറൊന്നുമില്ല. ഇതാ ഈ കിടക്കുന്ന കുറച്ച് പഴയ സ്പാനറുകളേ ഉള്ളൂ. ഞാൻ ബൈക്ക് വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് സൈക്കിളായിരുന്നു. ആ സൈക്കിൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച സ്പാനറുകളാണ് അധികവും. നമുക്കാദ്യം ഈ നെട്ടൊന്ന് അഴിക്കാം. മറ്റു വേറെ സ്പാനറിൽ പിടിക്കണം. അത് വീൽ നെട്ടാണ്. അത് അഴിയണമെങ്കിൽ മറുവശത്ത് ഒരു സ്പാനർ ഇട്ട് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇത് മൊത്തം കിടന്ന് കറങ്ങുകയാണ്. ഇതിൻ്റെ അടിയിൽ കാണുന്ന ബ്രേക്ക് സിസ്റ്റമാണ്. ആ നെട്ട് കൂടി അഴിയണം. ഇതാണ് ബ്രേക്ക് ഷൂ. നമുക്ക് മാറേണ്ടത് ഇതാണ്. ഇത് ഒരുപാട് തേഞ്ഞു പോയി. അതുകൊണ്ടായിരിക്കാം ബ്രേക്ക് കടിച്ചത്. ഇത് നമ്മുടെ പുതിയ ബ്രേക്ക് ഷൂ ആണ്. ഇതിൻ്റെ ഈ 2 വെട്ടുകളും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇതിൽ ഒരു 2 സ്പ്രിങ് കൂടി ഇടാനുണ്ട്. ആ സ്പ്രിങ് കൂടി ഇട്ടെങ്കിൽ മാത്രമേ ബ്രേക്ക് ഷൂ ശരിയായ രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അല്പം ചെറിയൊരു ബലം പിടിച്ചാൽ ബ്രേക്ക് ഷൂ അവിടെ സീറ്റിംഗ് ആയി കഴിഞ്ഞു. ഇതല്ലേ, ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ എല്ലാം കയറ്റി വെച്ച ശേഷം
വീലല്പം ഉയർത്തി കൊടുത്ത് ആക്സിൽ കടക്കാനുള്ള ഒരു ഹോളാണ്. അപ്പോൾ അതിനുള്ളിലൊരു ബുഷുണ്ട്, അത് നമ്മൾ ഇടാൻ മറക്കരുത്. വീൽ അല്പം ഉയർത്തി വെച്ചതിന് ശേഷം ഈ ബുഷും ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ ആക്സിൽ മറുവശമെത്തി. ഇനി നമുക്ക് ബ്രേക്ക് സിസ്റ്റം ആദ്യമേ മുറുക്കാം. അതിനുശേഷം വീലിട്ട് മുറിക്കാൻ മതിയാവും. ഇനി അടുത്ത് ബ്രേക്ക് സിസ്റ്റം മുറുക്കണം. അതിനുള്ളിൽ ചെറിയ സെൻറ്റർ ഹോളിൽ വന്നിട്ടുണ്ട്. ചെയിൻ കൂടുതൽ ടൈറ്റ് ആകാനോ കൂടുതൽ ലൂസ് ആകാനോ പാടില്ല. ഒരു മിനിമം രീതിയിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ ടൈറ്റ് ആക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ടു വീലർ സ്വന്തമായിട്ടുള്ളവർക്കെല്ലാം അത്യാവശ്യം വേണ്ട ടൂൾസുകൾ കൂടി സംഘടിപ്പിച്ചാൽ ഇത്തരം ചെറിയ പണികളെല്ലാം നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാതെ സ്വന്തമായി ചെയ്യുവാൻ സാധിക്കും. എന്തെങ്കിലും അപാകതകൾ ബാക്കിയുണ്ടോ എന്നറിയുവാനായി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി ഓടിച്ചു നോക്കിയതിൽ നിന്നും ഒരു കുഴപ്പവും കാണുന്നില്ല, എല്ലാം ഓക്കെയാണ്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം ഇവിടെ പറയുന്നു ഗുഡ് ബൈ.